അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇക്കന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ശനി ഞായറാകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും. അപ്പോൾ ഒന്ന് ശരി കുട്ടികളുടെ മുടിയൊന്ന് വെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വെട്ടാമെന്ന് പറഞ്ഞിട്ട് മോനാണെങ്കിൽ കൈ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അവനക്ക് ഒറ്റയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട് റോട്ടിലേക്കാണ് പോണത്. അപ്പം ഇങ്ങനെ അവനെ നോക്കി നടന്ന് ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കും ഷോപ്പിൽ. അപ്പം ഇനി അരമണിക്കൂറാവും പറഞ്ഞു. അവരത് ചോദിച്ച സമയത്ത് അരമണിക്കൂറാവും പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകണോ അതോ ഫുഡ് എന്തെങ്കിലും കഴിക്കണോ എന്നിങ്ങനെ ചോദിച്ചിട്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞ ഫുഡ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് വന്നിട്ട് നോക്കി നോക്കാം, അപ്പോൾ ടൈം ആവുമല്ലോ, അപ്പോൾ വെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അടുത്ത് തന്നെ ഉണ്ടല്ലോ ഷോപ്പുകളെന്ന് പറഞ്ഞിട്ട് അടുത്ത് തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ ക്ലൈമറ്റ് ഇപ്പം നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ തോന്നില്ല. കാരണം രാത്രി ഇറങ്ങിയാലും നല്ല ചൂടാണ്, പകൽ പിന്നെ തീരെ വെയിൽ കാരണം ഇറങ്ങാൻ പറ്റില്ല. രാത്രിയാണെങ്കിലും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, കാരണം അധികമാവുന്നതും കുട്ടികളായിട്ട് പുറത്തിറങ്ങാറില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരും. മേലെ കയറി കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ചെറിയതായിട്ടൊരു പാർട്ടി ഹാൾ, അത്യാവശ്യം മേലെ സ്പേസും കാര്യങ്ങളൊക്കെ ഫാമിലീസിന് ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ കഴിക്കണം എന്നുള്ളത് ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വരുമ്പോൾ ചിക്കന് അങ്ങനെ ഗ്രിൽഡ് ഐറ്റംസ് അങ്ങനെ തന്നെ എപ്പോഴും കഴിക്കാറ്. നോക്കി വന്ന് ലാസ്റ്റ് അങ്ങനെയുള്ളത് തന്നെ കഴിക്കുക. അപ്പോൾ ഇപ്രാവശ്യം സീ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ആദ്യമായിട്ടാണ് സീ ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്ന്. പിന്നെ ഞാനിങ്ങനത്തെ അതൊന്നും അധികമൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് അറിയുന്ന ഫിഷ് അങ്ങനെയൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് കല്ലുമ്മക്കായൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കല്ലുമ്മക്കായ മറ്റേ ക്രാബ് കഴിച്ചിട്ടില്ല ഇതുവരെ. കഴിക്കും, വീട്ടിലുണ്ടാക്കണമെങ്കിലും അത് അധികം കഴിച്ചിട്ടില്ല. അപ്പോൾ ശരി എന്നാൽ സീ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സീ ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഗ്രേവി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സ്പൈസി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കോംബോ ആയിരുന്നു തോന്നുന്നു, സീ ഫുഡ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലെല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായ, ക്രാബ്, ചെമ്മീൻ, കൂന്തൽ, അങ്ങനെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിപ്പിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സ്പൈസി ആയിട്ട്. അപ്പോൾ എല്ലാം കഴിച്ച് ചിലതൊക്കെ ഇഷ്ടമായി. അതിൽ കൂന്തലൊക്കെ നോർമൽ കഴിക്കും, ചെമ്മീൻ, കൂന്തലൊക്കെ. പക്ഷേ ഈ കല്ലുമ്മക്കായൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇക്കയും ഒക്കെ കഴിച്ച്, മോൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടി കഴിച്ച്. പിന്നെ പാർട്ടി ഹാളിൽ വന്നിട്ട് നോക്കി, ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി. അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊരു ചെറിയൊരു ഫങ്ഷനൊക്കെ, ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനത്തേനൊക്കെ പറ്റിയ പോലത്തെ ഒരു ഹാളാണ്. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേജും ചെറിയ രീതിയിലൊരു സ്റ്റേജും, കുറച്ച് പേർക്ക് ടേബിൾ സെറ്റ് ചെയ്തിരുന്ന് 10-50 പേർക്ക് കഴിക്കണ പോലത്തെ ഒരു സൗകര്യം, ബൊഫേ ടൈപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുടിവെട്ടൽ നടന്നില്ല കേട്ടോ, ഫുഡ് കഴിക്കൽ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.